അന്ന് രാത്രി അവളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന നിമിഷത്തിൽ ആ രതിയുടെ ഉന്മാദത്തെക്കാൾ അയാളിൽ നിറഞ്ഞത് നാളെ അവളുടെ പ്രാണനിങ്ങെടുക്കുമെന്ന നിർവൃതിയായിരുന്നു. അയാളുടെ കണ്ണുകൾ തിളങ്ങി. ആ സിഗരറ്റ് കറ പുരണ്ട കറുത്തു തടിച്ച ചുണ്ടുകളിൽ ഒരുതരം പൈശാചികമായ ചിരി വിടർന്നു. അത് കാണെ ആ പാവം പെണ്ണ് ഒന്നും അറിയാതെ നാണത്താൽ പുതപ്പിനടിയിലേക്ക് ചുരുണ്ടു. നല്ല ജീവിതവും സ്വപ്നം കണ്ട്. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ നിറഞ്ഞ വാർത്ത ഇങ്ങനെയായിരുന്നു: ബംഗളൂരു ഉപ്പാർപേട്ട് KSRTC ബസ് സ്റ്റാൻഡിലെ വിശ്രമ മുറിയിൽ ഒരു സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി. എന്നാൽ പോലീസിന്റെ നിഗമനത്തിൽ ആത്മഹത്യ എന്ന വിധി എഴുതി കേസ് ക്ലോസ് ചെയ്തു. നാളുകൾ കടന്നുപോയി. കേരള കർണാടക ബോർഡറുകളിലായും ബംഗളൂരു നഗരത്തിലായും വ്യത്യസ്ത ഇടങ്ങളിൽ ഇത്തരത്തിൽ അവിവാഹിതരായ 20ഓളം സ്ത്രീകളെ മരിച്ച നിലയിൽ കണ്ടെത്തി. എല്ലാം പൊതുസ്ഥലങ്ങൾ. സംശയത്തിനിടയാക്കുന്ന യാതൊരു സാഹചര്യവുമില്ല. അതിനാൽ തന്നെ എല്ലാം ആത്മഹത്യ എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ഒടുവിൽ അയാളുടെ മൊഴി കേൾക്കുന്നതുവരെ ആ സ്ത്രീകളുടെ കഥകളെല്ലാം തന്നെ അങ്ങനെയായിരുന്നു. എന്നാൽ ആ ദിവസത്തോടെ എല്ലാം മാറി മറഞ്ഞു. കേട്ടുകൊണ്ടിരുന്ന പോലീസുകാർ വരെ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്നും ഉയർന്നുപോയി. അപ്പോഴും അയാളുടെ ചുണ്ടുകളിൽ അതേ പൈശാചികമായ ചിരി തന്നെയായിരുന്നു. പശ്ചാത്താപത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ചിരി. സാറേ, ഒറ്റത്തുള്ളി സൈനൈഡ് തുള്ളിയിൽ അവൾ പോലും അറിയാതെ ആ ജീവൻ ഞാനിങ്ങ് പറിച്ചെടുത്തു. ആ പ്രാണവേദന കാണുമ്പോൾ എനിക്കെന്തോ സുഖമായിരുന്നെന്നോ. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയ പോലീസുകാരന്റെ സിരകളിലേക്ക് ഭയം ഇങ്ങനെ ഇരച്ചു കയറി. എന്നാൽ ഏവരെയും നടുക്കിക്കൊണ്ട് മോഹൻ എന്ന ആ സീരിയൽ കില്ലർ ഒരു രഹസ്യത്തിന്റെ കൂടി ചുരുളഴിച്ചു. 20 അല്ല 32 പേരെയാണ് ഞാൻ. അധ്യാപകനായ മോഹനന്റെ ഞെട്ടിപ്പിക്കുന്ന ആ പൈശാചികമായ കൊലപാതക പരമ്പരയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ബൺവാൾ കന്യാനയിലെ കായികാധ്യാപകനായിരുന്നു മോഹൻകുമാർ. സാധാരണ ഒരു ദരിദ്ര കുടുംബത്തിലാണ് അയാളുടെ ജനനം. കൂലിപ്പണിക്കാരനായ അച്ഛനമ്മമാരുടെ 4 മക്കളിൽ രണ്ടാമനായ അദ്ദേഹം ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെന്ന സ്വയം തോന്നലിൽ പഠിച്ചു വളരുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് മോഹൻകുമാർ വളരെ സൗമ്യനും മൃദുഭാഷിയും മാന്യനുമൊക്കെയാണ്. അങ്ങനെ സ്കൂൾ അധ്യാപകനാകാൻ പഠിച്ച മോഹൻ 1980-ലാണ് അധ്യാപകനായി തന്റെ കരിയർ ആരംഭിക്കുന്നത്. ശേഷം 81-ൽ അദ്ദേഹം തന്റെ ആദ്യ വിവാഹം ചെയ്യുന്നു. പക്ഷേ അത് അധികകാലം പോയില്ല. 1 വർഷത്തിനുള്ളിൽ തന്നെ അവർ വേർപിരിഞ്ഞു. പിന്നീടാണ് മോഹന്റെ ജീവിതത്തിലെ നിഗൂഢതകൾക്ക് തുടക്കം കുറിക്കുന്നത്. അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ പുഴയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ മോഹൻ ഏറെ നാൾ ജയിലിൽ കഴിയാൻ ഇടവന്നിരുന്നു. ശേഷം കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ മോഹൻ അവിടെ വെച്ചുമാണ് ഈ കൊലപാതക പരമ്പരയിലേക്ക് തുടക്കമിടുന്നത്. അതായത് അന്നത്തെ സഹതടവുകാരനായ സ്വർണ്ണപ്പണിക്കാരനാണ് നിമിഷാർദ്ധ വേഗത്തിൽ ജീവനെടുക്കുന്ന പൊട്ടാസ്യം സയനൈഡിനെ പറ്റിയുള്ള വിവരം മോഹന് കൈമാറിയത്. കൂടുതൽ പണം നൽകിയാൽ ആർക്കും അന്ന് കർണാടകയിൽ സയനൈഡ് ലഭ്യമായിരുന്നു. വലിയ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു കെമിക്കൽ വ്യാപാരിയിൽ നിന്ന് സ്വർണ്ണപ്പണിക്കാരൻ എന്ന വ്യാജേന വാങ്ങി സൂക്ഷിച്ച സയനൈഡാണ് പാവപ്പെട്ട സ്ത്രീകളെ വശീകരിച്ച് ജീവനെടുക്കാൻ മോഹൻ ഉപയോഗപ്പെടുത്തിയത്. ആദ്യം ഒരു അവിവാഹിതയായ യുവതിയെ തിരിച്ചറിയുന്നു. ശേഷം അവരെ താനൊരു സർക്കാർ അധ്യാപകനാണെന്ന് പരിചയപ്പെടുത്തുന്നു. അതോടെ അവരുടെ വിശ്വാസം നേടിയെടുക്കും. പിന്നീട് അവരുടെ സ്വഭാവവും രീതികളും ഒക്കെ മനസ്സിലാക്കിയ ശേഷം അവരെ തന്റെ വശത്താക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു മോഹൻ തന്റെ കൊലപാതകങ്ങൾക്കായി ഇരകളെ തേടിയത്. ബൺവാൾ ബരിമാറിലെ അനിതയെ കാണാതായതിനെ തുടർന്ന് 2009-ൽ ബന്ദ്വാളിലുണ്ടായ കലാപമാണ് കൊലപാതക കേസുകളിലേക്ക് വഴി തുറന്നത്. അന്യമതസ്ഥനൊപ്പം ഒളിച്ചോടിയെന്ന് ആരോപിച്ച് അനിതയുടെ സമുദായത്തിൽപ്പെട്ടവരാണ് പ്രക്ഷോഭം നടത്തിയത്. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഹന്റെ സകല കണക്കുകൂട്ടലുകളും പിഴച്ചത്. അനിതയുടെ ഫോൺ പരിശോധിച്ച പോലീസ് അവളുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന മോഹനിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ നടന്ന ചോദ്യം ചെയ്യലിലാണ് ആ 20 കൊലപാതകങ്ങളുടെ ചുരുളഴിഞ്ഞത്. കാസർഗോഡ് ഉപ്പള സ്വദേശിനിയായ സംഗീതാധ്യാപക പൂർണിമ വളരെ സുന്ദരിയായിരുന്ന അവരെ ഏറെക്കാലമായി നോട്ടമിട്ടിരിക്കുകയായിരുന്നു അയാൾ. ഉപ്പള ബസ് സ്റ്റാൻഡിലാണ് ഇരുവരും പരിചയപ്പെടുന്നത്. കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സുധാകർ ആചാര്യ എന്നാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയത്. അടുപ്പം സ്ഥാപിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി. സംഗീതം റെക്കോർഡ് ചെയ്യാനെന്ന് പറഞ്ഞ് ഇവർ ബാംഗ്ലൂരുവിൽ എത്തിച്ചു.
ഹോട്ടലിൽ തങ്ങിയ ശേഷം ഇരുവരും ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. പിറ്റേന്ന് രാവിലെ പൂജയ്ക്ക് പങ്കെടുക്കാൻ പോകണമെന്നും ആഭരണങ്ങൾ അടിച്ച് മുറിയിലെ അലമാരയിൽ വെക്കാനും മോഹൻ തന്നെയാണ് നിർദ്ദേശിച്ചത്. പൂജയ്ക്കെന്ന് പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി. ഗർഭനിരോധന ഗുളിക എന്ന പേരിൽ നൽകിയതാകട്ടെ സയനൈഡ് ഗുളിക. ഛർദിയും ക്ഷീണവും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വിശ്രമ മുറിയിൽ പോയി കഴിക്കാൻ ആവശ്യപ്പെടുന്നു. ബസ് സ്റ്റാൻഡിലെ വിശ്രമ മുറിയിൽ ചെന്ന് ഗുളിക കഴിച്ച ഉടൻ തന്നെ ഇവർ കുഴഞ്ഞു വീണ് മരിച്ചു. പിന്നാലെ മോഹൻ ഹോട്ടലിലെത്തി ആഭരണങ്ങൾ എടുത്ത് നാട്ടിലേക്ക് മടങ്ങി. ഈ കേസിലാണ് ഏറ്റവും ഒടുവിൽ കുറ്റക്കാരനായി കണ്ടെത്തിയത്. എന്നാൽ ആദ്യം പോലീസ് ഇത് ആത്മഹത്യ എന്ന പേരിൽ ക്ലോസ് ചെയ്യുകയായിരുന്നു. എന്തായാലും ഇതോടെ ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശിനി പുഷ്പ ഉൾപ്പെടെ ഒട്ടേറെ യുവതികളെ കാണാനില്ലെന്ന് മനസ്സിലായി. അതോടെ കൊലപാതക പരമ്പരയുടെ ചുരുളുമഴിഞ്ഞു. അനിതയുടേതുൾപ്പെടെ യുവതികളുടെ മൃതദേഹങ്ങൾ സംസ്ഥാനത്തെ വിവിധ ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറിയിൽ കണ്ടെത്തി. നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികളെയാണ് ഇയാൾ വലയിലാക്കിയിരുന്നത്. സ്നേഹം നടിച്ച് വലയിലാക്കിയ ശേഷം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടുന്നു. തുടർന്ന് നഗരത്തിലെ ഹോട്ടലിലോ ലോഡ്ജിലോ മുറിയെടുത്ത് താമസിച്ച് ഇവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. എന്തെങ്കിലും നുണ പറഞ്ഞ് ആഭരണങ്ങൾ കൈക്കലാക്കുകയും ചെയ്യും. ഇരകളെല്ലാം 20 മുതൽ 30 വയസ്സ് വരെ പ്രായത്തിലുള്ളവരായിരുന്നു. പിറ്റേന്ന് സമീപത്തെ ബസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ശേഷം ഗർഭനിരോധന ഗുളിക കഴിക്കാൻ നിർബന്ധിക്കും. ശുചിമുറിയിൽ കയറുന്ന യുവതികൾക്ക് വെള്ളത്തിന് പകരം സയനൈഡ് കലർന്ന ലായനിയാകും ചിലപ്പോൾ നൽകുക. സയനൈഡ് പുരട്ടിയ ഗുളികയും കൊടുക്കാറുണ്ട്. മൈസൂർ, ബാംഗ്ലൂരു ഉൾപ്പെടെ വിവിധ നഗരങ്ങളിലെ ബസ് സ്റ്റാൻഡ് ശുചിമുറികളിൽ നിന്നാണ് എല്ലാ മൃതദേഹങ്ങളും കണ്ടെത്തിയത്. ഇവയിൽ പലതും അസ്വാഭാവിക മരണവും ആത്മഹത്യയുമായി എഴുതിത്തള്ളിയതായിരുന്നു. എന്നാൽ 2 പേരുടെ രക്തം ലാബിൽ പരിശോധന നടത്തിയതിൽ മരണകാരണം സയനൈഡ് ആണെന്ന് കണ്ടെത്തി. പിടിയിലായ മോഹൻകുമാർ 32 യുവതികളെ കൊലപ്പെടുത്തിയെന്ന് ആദ്യം മൊഴി നൽകിയെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 20 കൊലക്കേസുകളിലാണ് വിചാരണ നടക്കുന്നത്. 2009 ഒക്ടോബർ 21-നാണ് മോഹൻ പിടിയിലായത്. 2011 ഏപ്രിൽ 20-ന് കുറ്റപത്രം സമർപ്പിച്ചു. 2011 നവംബർ 21-ന് അതിവേഗ കോടതിയിൽ വിചാരണ ആരംഭിച്ചു. മോഹൻകുമാറിന്റെ 3ാമത്തെ ഭാര്യയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വ്യത്യസ്ത പേരുകളിലുള്ള 10 സയനൈഡ് ഗുളികകളും 1 ഡസൻ വിസിറ്റിംഗ് കാർഡുകളും ലഭിച്ചിരുന്നു. എന്നാൽ പ്രോസിക്യൂഷന് ഇത് ഒരു കഠിനമായ പോരാട്ടമാണ്. കാരണം ടോയ്ലറ്റുകളിൽ നിന്ന് കണ്ടെത്തിയ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു. അങ്ങനെ എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടു. ദൃക്സാക്ഷികളും സയനൈഡ് ഉപയോഗിച്ചുള്ള മരണം വെളിപ്പെടുത്തുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഇല്ലാതെ മോഹൻകുമാറിലെ സ്ത്രീകളെ കൊലപ്പെടുത്തിയ കുറ്റം ചുമത്തുക എന്നത് പ്രോസിക്യൂഷന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ താനാണ് കൊല നടത്തിയതെന്ന് വ്യക്തമായ തെളിവില്ലെന്ന് അവകാശപ്പെട്ട് മോഹൻകുമാർ വിചാരണ കോടതിയുടെ വിധികളെ ചോദ്യം ചെയ്ത് മേൽക്കോടതിയെ സമീപിക്കാറുമുണ്ട്. ഈ കേസിൽ തനിക്കുള്ളത്ര ധാരണ അഭിഭാഷകൻ ഉണ്ടാകില്ലെന്നും സ്വയം വാദിക്കാൻ അനുവദിക്കണമെന്നുമുള്ള അഭ്യർത്ഥന കോടതി അംഗീകരിച്ചിട്ടുമുണ്ട്. കോടതിയിൽ സ്വയം വാദിച്ച് വധശിക്ഷയിൽ നിന്ന് മോചിതനായ ചരിത്രവുമുണ്ട് ഈ കുപ്രസിദ്ധ കുറ്റവാളിക്ക്. അതുപോലെ തന്നെ ചില വധശിക്ഷകൾ പിന്നീട് ജീവപര്യന്തമാക്കി പോലും അയാൾ മാറ്റിയെടുത്തിട്ടുമുണ്ട്. യുവതികളെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ 3 കേസുകളിൽ മോഹൻകുമാറിന് 2013 ഡിസംബറിൽ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ബണ്ട്വാൾ വാമന പദവിയിലെ ലീലാവതി, ബണ്ട്വാൾ ബരിമാറിലെ അനിത, സുള്ളിയ പെരുവാജയിലെ സുനന്ദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകളിലായിരുന്നു വധശിക്ഷ ലഭിച്ചത്. അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിലയിരുത്തിയാണ് കോടതി വധശിക്ഷ വിധിച്ചത്. ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ഉത്തമ ബോധത്തോടെയാണ് പ്രതി കൃത്യങ്ങൾ നടത്തിയതെന്ന് വ്യക്തമാണെന്നും ദയ അർഹിക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അധ്യാപകൻ എന്ന നിലയ്ക്ക് ജോലിയോട് ആത്മാർത്ഥതയോ സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയോ പ്രതി പുലർത്തിയിട്ടുമില്ല. കൊല്ലപ്പെട്ടവരോട് പ്രതിക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യമോ ഇവരെ കൊല്ലാൻ പെട്ടെന്നെന്തെങ്കിലും പ്രകോപനമോ ഉണ്ടായിട്ടുമില്ല. കൊലയ്ക്ക് തിരഞ്ഞെടുത്ത മാർഗങ്ങളും കൊല ചെയ്ത രീതിയും പരിശോധിക്കുമ്പോൾ അവിവാഹിതകളായ 3 യുവതികളെ ആസൂത്രിതമായാണ് മാനഭംഗവും കൊലയും കവർച്ചയും നടത്തിയതെന്ന് വ്യക്തവുമാണ്. പ്രതിയുടെ ക്രൂരമായ മാനസികാവസ്ഥയാണ് വ്യക്തമാകുന്നത്. സമൂഹത്തെ മാത്രമല്ല ജുഡീഷ്യറിയെയും ഞെട്ടിപ്പിക്കുന്നതാണിത്. വിധി പ്രഖ്യാപന വേളയിൽ ജഡ്ജി പറഞ്ഞത് ഇങ്ങനെയാണ്: കാസർഗോഡ് മുള്ളേരിയ പുഷ്പ, ഉപ്പള വിജയലക്ഷ്മി, പൈവളികെ സാവിത്രി, മംഗലാപുരം തൊക്കോട്ട് താമസിച്ച കുമ്പള സ്വദേശിനി കമല എന്നിവരാണ് മോഹന്റെ കൈകളാൽ കൊല്ലപ്പെട്ട മലയാളികൾ. സുള്ളിയ പെരാജെ ബേബി നായക്, പുത്തൂർ കിദില ശാരദ, സുള്ളിയ സംബാജെ കാവേരി, പുത്തൂർ പതുമജലു വിനുത, ബണ്ട്വാൾ മിട്ടൂർ ഇഖിഡു ഹേമാവതി, അതുപോലെ തന്നെ ബൽത്തങ്ങാടി മടന്ത്യാർ മെഗിനമലാടി യശോദ, ബണ്ട്വാൾ കരിയങ്കാല സനിരിബെ ശശികല, മംഗലാപുരം കങ്കനാടി ശാന്ത, ഉപ്പിനങ്ങാടി വനിത, ബജ്പെ മുച്ചൂർ ഗുഡബെട്ടു സുജാത,
സുജാത, കൊണാജെ ശശികല, പൂർണിമ, ആരതി ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ. പലപ്പോഴും കോടതിയിൽ എത്തുമ്പോഴൊന്നും തന്നെ മോഹൻകുമാറിന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. പുഞ്ചിരിച്ചുകൊണ്ട് കോടതിയിലേക്ക് വരും, അങ്ങനെ തന്നെ തിരികെയും ഇറങ്ങും. നാടിനെ നടുക്കിയ കൊലയാളിയാണ് ഈ പോകുന്നതെന്ന് കണ്ടാൽ പറയില്ല. അത്തരത്തിലൊരു ഭാവമായിരുന്നു അയാൾക്ക്. ഇതെന്തൊരു മനസ്സ് എന്നായിരുന്നു കണ്ടു നിന്നവരുടെ ചിന്ത. വിധികേട്ട് പുറത്തിറങ്ങി പോലീസ് വാഹനത്തിലേക്ക് പോകവേ മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഇപ്പോഴൊന്നും പ്രതികരിക്കില്ലെന്ന് മറുപടി നൽകി ചിരിച്ചു നടന്നു നീങ്ങി. അപ്പീൽ പോകുമോ എന്ന ചോദ്യത്തിനും പ്രതികരിച്ചില്ല. കനത്ത പോലീസ് കാവലിലായിരുന്നു പ്രതിയെ കൊണ്ടുവന്നതും തിരികെ കൊണ്ടുപോയതും. തനിക്ക് രോഗിയായ അമ്മയും ഭാര്യയും 2 മക്കളും ഉണ്ടെന്നും കുടുംബത്തിന്റെ ഏക ആശ്രയമാണെന്നും ശിക്ഷ വിധിക്കുമ്പോൾ ദയ കാട്ടണമെന്നുമായിരുന്നു അയാൾ കോടതിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ കേസുകളുടെ ശിക്ഷ പ്രഖ്യാപിക്കുമ്പോഴും ബന്ധുക്കളാരും വിധി കേൾക്കാൻ എത്തിയിരുന്നില്ല. കൊല്ലപ്പെട്ട യുവതികളുടെ ബന്ധുക്കളും കോടതിയിൽ എത്തിയില്ല. പ്രതികരണം തേടി വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാരും തയ്യാറായില്ല. എന്തായാലും ഒരു കുറ്റകൃത്യത്തിൽ പോലും മോഹന് പശ്ചാത്താപമില്ലെന്നതാണ് മറ്റൊരു അമ്പരപ്പിക്കുന്ന വസ്തുത. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.